ചൂണ്ടൽ പഞ്ചായത്തിലെ 20-ാം വാർഡിൽ വിജയം ഉറപ്പിക്കാൻ UDF-ഉം LDF-ഉം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയം കൈപ്പിടിയിലാക്കാനുള്ള അവസാനവട്ട പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി AL ജെയിംസും LDF സ്ഥാനാർത്ഥി ജിഷ സുനിൽകുമാറും. പഞ്ചായത്തിൽ വാർഡ് പുനഃസംഘടനയുടെ ഭാഗമായി പഴയ 18-ാം വാർഡിന്റെ ഭൂരിപക്ഷം വരുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് പുതുതായി രൂപീകൃതമായ വാർഡാണ് പയ്യൂർ. കാലങ്ങളായി ഇടതുപക്ഷത്തെ വിജയം തുണയ്ക്കുന്ന വാർഡിനെ ഇത്തവണ തങ്ങൾക്കനുകൂലമാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് UDF. പ്രാദേശിക നേതാവും വ്യാപാരിയുമായ AL ജെയിംസിനെയാണ് ഇതിനായി UDF രംഗത്തിറക്കിയിട്ടുള്ളത്. വാർഡിൽ തനിക്കുള്ള വ്യക്തിബന്ധങ്ങൾ വോട്ടാക്കി മാറ്റാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നാട്ടുകാർക്കിടയിൽ ജിമ്മി എന്നറിയപ്പെടുന്ന ജെയിംസിനുള്ളത്. മത്സരരംഗത്ത് ആദ്യമായാണെങ്കിലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞും സൗഹൃദം പുതുക്കിയുമാണ് ജെയിംസ് വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥന നടത്തുന്നത്. മുൻ ഭരണസമിതികളുടെ വികസന വിരുദ്ധ നിലപാട് വിശദീകരിച്ച് വോട്ട് ചോദിക്കുന്ന ജെയിംസിന് വലിയ ആത്മവിശ്വാസമാണുള്ളത്. ഇടതുപക്ഷത്തിന്റെ ശക്തികേന്ദ്രമായ പയ്യൂരിൽ ഇക്കുറി വിജയം ഉറപ്പാണെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. മാറ്റത്തിനായി ഒരു വോട്ട് എന്നതാണ് വോട്ടർമാർക്ക് മുന്നിൽ ജെയിംസും UDF-ഉം മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിന്റെ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ജെയിംസിലൂടെ വാർഡിനെ UDF-നൊപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷയും മുന്നണി നേതൃത്വത്തിനുണ്ട്. അതേസമയം ജനറൽ സീറ്റായ 20-ാം വാർഡിൽ ഇടതുപക്ഷം മത്സരത്തിനിറക്കിയിരിക്കുന്നത് വനിതാ സ്ഥാനാർത്ഥിയായ ജിഷ സുനിൽകുമാറിനെയാണ്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ എന്ന നിലയിൽ വാർഡിലുള്ള ജിഷയുടെ വ്യക്തിബന്ധങ്ങളും ഓരോ കുടുംബങ്ങളായി നേരിട്ടുള്ള ബന്ധങ്ങളിലുമാണ് LDF പ്രതീക്ഷ വയ്ക്കുന്നത്. സ്ത്രീകളുടെ വോട്ടുകൾ തങ്ങൾക്കനുകൂലമാക്കാൻ ജിഷയുടെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസവും LDF-നുണ്ട്. പയ്യൂരിലെ പ്രമുഖ കുടുംബമായ കണ്ടംപുള്ളിയിലെ മരുമകൾ എന്ന നിലയിലുള്ള സ്വീകാര്യതയും LDF-ന് ഗുണം ചെയ്യുമെന്നാണ് മുന്നണി നേതൃത്വം കരുതുന്നത്. കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പയ്യൂരിൽ വിജയം ഉറപ്പാണെന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായം. കൂടാതെ കാലങ്ങളായി ഇടതുമുന്നണിക്കായി NCP വിജയിച്ചിരുന്ന വാർഡിൽ ഇക്കുറി സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ ആത്മവിശ്വാസവും പാർട്ടി പ്രവർത്തകർക്കുണ്ട്. പുതിയ വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്യാനാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ. UDF-ഉം LDF-ഉം ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന വാർഡിൽ വിജയം ആർക്കൊപ്പമെന്നറിയാൻ വിധി നിർണയ ദിനം വരെ കാത്തിരിക്കേണ്ടിവരും. UDF, LDF മുന്നണികൾക്കൊപ്പം BJP സ്ഥാനാർത്ഥി MS സതീശനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അനിലനും മത്സരരംഗത്തുണ്ട്.